അല്ലാഹു 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 വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 ഹദീസുകളുടെ അർത്ഥം പഠിക്കുക എന്നതാണ് ഹദീസ് പഠനം എന്നതുകൊണ്ട് ഈ ചാനലിൽ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം ഹദീസ് പഠിക്കാൻ ഇത് ഉപകാരപ്പെടും എന്ന് ഉണർത്തുകയാണ്. 3 ഹദീസുകളും അവയുടെ അർത്ഥവുമാണ് ഈ ക്ലിപ്പിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉപയോഗപ്പെടുത്താവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അർബഉൻ മൻ കുന്ന ഫീഹി ഹറമഹുല്ലാഹു തആല അലന്നാർ. അർബഉൻ 4 കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി 4 കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടായാൽ, ഏതെങ്കിലും ഒരാളിൽ ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ ഉണ്ടായാൽ ഹറമഹുല്ലാഹു തആല അലന്നാർ, നരകത്തിന്റെ മേലിൽ അല്ലാഹു അവനെ ഹറാമാക്കും. വഅസമഹു മിനശ് ശൈത്താൻ, ശൈത്താനെ തൊട്ട് അവനെ അല്ലാഹു കാക്കും. ഒന്ന്, മൻ മലക നഫ്സഹു ഹീന യർഗബു, ആഗ്രഹിക്കുന്ന സമയത്ത് നഫ്സിനെ നിയന്ത്രിക്കാൻ ഒരാൾക്ക് സാധിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. വഹീന യർഹബു, ഭയപ്പെടുന്ന സമയത്തും, വഹീന യസ്തഹി, ആഗ്രഹിക്കുന്ന വികാരമുണ്ടാകുന്ന സമയത്തും, അഥവാ എന്തെങ്കിലും ഒരു സാധനം കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു സാധനത്തിനെ തൊട്ട് ഭയപ്പെടുമ്പോൾ, എന്തെങ്കിലും ഒരു വികാരം ഉണ്ടാകുമ്പോൾ നഫ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവൻ. ദേഷ്യപ്പെടുന്ന സമയത്തും നഫ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവൻ. ഈ 4 ഘട്ടങ്ങളിൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേലിൽ നരകത്തിനെ ഹറാമാക്കും എന്ന് പ്രവാചകർ പറയുകയാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരാളിൽ ഇനി പറയുന്ന 4 കാര്യം ഉണ്ടായാൽ നശറല്ലാഹു തആല അലൈഹി റഹ്മത്തുഹു, അല്ലാഹു അവന്റെ റഹ്മത്തിനെ അവന്റെ മേലിൽ വിതരുന്നതാണ്. വഅദ്ഖലഹു ജന്നതഹു, അവന്റെ സ്വർഗ്ഗത്തിലേക്ക് അവനെ അല്ലാഹു പ്രവേശിപ്പിക്കുന്നതുമാണ്. മൻ ആവാ മിസ്കീന, അഗതിക്ക് അഭയം നൽകിയ ഒരാൾ, അതാണ് ഒന്നാമത്തത്. വറഹിമൽ ലഈഫ, ബലഹീനനോട് കരുണ കാണിച്ചവൻ, അതാണ് രണ്ടാമത്തത്. വറഫഖ ബിൽ മംലൂക്കി, അടിമയോട് ദയ കാണിച്ചവൻ, അതാണ് 3. വഅൻഫഖ അലൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് വേണ്ടി ചിലവ് ചെയ്തവൻ, മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, അവർക്ക് വേണ്ടി ചിലവാക്കിയവൻ, ഇതാണ് 4മത്തത്. ഇങ്ങനെ ഈ 4 കാര്യം ഒരാളിൽ ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ അവന്റെ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവനെ പൊതിയുന്നതാണ്. ഒരൊറ്റ ഹദീസ് കൂടി പറയുകയാണ്, അർബഉൻ ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യുദ്ഖിലഹുമുൽ ജന്നഹ, 4 വിഭാഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നത് അല്ലാഹു തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. വലാ യുദീഖുഹും നഈമഹാ, ആ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ അവരെ അല്ലാഹു രുചിപ്പിക്കുകയില്ല. അങ്ങനത്തെ 4 വിഭാഗം ആളുകളുണ്ട്. ഒന്ന്, മുദമ്മിനു ഖംറിൻ, കള്ള് കുടി പതിവാക്കിയവൻ, കള്ള് കുടിക്കുന്നവൻ എന്നർത്ഥം. പതിവാക്കണം എന്ന് ഇല്ല, കള്ള് കുടിക്കുന്നവൻ. വആകിലു റിബ, പലിശ ഭക്ഷിക്കുന്നവൻ 2. 3, വആകിലും മാലിൽ യതീമി ബിഗൈരി ഹഖിൻ, ഒരു കാരണവും കൂടാതെ
യതീമിന്റെ ധനം ഭക്ഷിക്കുന്നവൻ, 4 വൽ ആഖുലി വാലിദൈഹി മാതാപിതാക്കളെ ഉറപ്പിക്കുന്നവൻ. ഈ 4 വിഭാഗം ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് അല്ലാഹ് തീരുമാനിച്ചിരിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ അനുഗ്രഹം അങ്ങളൊന്നും തന്നെ അവരെ രുചിപ്പിക്കുകയില്ലെന്ന് അല്ലാഹ് തീരുമാനിച്ചു വച്ചിരിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ഇത് മാനപ്പെട്ട ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഇത് പ്രവാചകരുടെ ഈ ഹദീസ് നാം പഠിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് നാളെ സ്വർഗത്തിൽ പ്രവാചകരുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നല്ല ഒരു അമലായി അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. ഇതിന്റെ ബാക്കി ഭാഗം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. മുഴുവനും ഭാഗങ്ങളും കേൾക്കണം എന്ന് ഉണർത്തുന്നു. ഈ ചാനലിലുള്ള അനേകം ആളുകൾ, 2000-ൽ ആളുകളുണ്ട്. അവരെല്ലാം അല്ലാഹു വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കട്ടെ. പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, അതിൽ നിന്നൊക്കെ അവരെല്ലാം അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.